ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മഹാകരുണയാലും മഹാകൃപയാലും ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന അവിടുത്തെ മഹത്വമുള്ള നാമത്തിന് സ്തുതി സ്തോത്രം എന്നേക്കും പുകഴ്ച. വലിയവനായ ദൈവം താണിറങ്ങി വന്ന സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം. ജഡം ധരിച്ചിറങ്ങി വന്ന ദൈവത്തിൻ്റെ അത്യുദാത്ത സ്നേഹം. അവിടുന്ന് സ്നേഹം തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. സ്നേഹം തന്നെ, സ്നേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനല്ല, സ്നേഹം തന്നെ എന്ന് നമ്മൾ വായിക്കാം. ആ ദൈവം എങ്ങനെ ആണ് ഉത്തരമരുളുന്നതെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു. 138 സങ്കീർത്തനമാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ ആദ്യ പോർഷൻ 4 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിനകത്ത് 3 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ ഉത്തരം തരുന്നയോ. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും തിരുവനന്തപുരത്തൊരു ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മുഴുവനുള്ള സാക്ഷ്യം ഇതായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പാകെ അവരുടെ സാക്ഷ്യം അവർക്കുണ്ടായിരുന്ന സ്പെഷ്യലൈസ്ഡ് വിശേഷമായ അനുഗ്രഹം എന്ന് പറയുന്നതായിരുന്നു. എന്താണ് അത്? ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്. അവിടെ 6-ാമത്തെ വാക്യം മുതൽ കാണുന്നുണ്ട്, അവയെ പ്രമാണിച്ച് നടക്കുവാൻ ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണം പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഇവിടെ പറയാണ്, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഇത്ര അടുത്തിരിക്കുന്ന, നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അതും കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം താണിറങ്ങി വന്നു, വേഷത്തിൽ മനുഷ്യനായി, മരണത്തോളം ക്രൂശിലും മരണത്തോളം അനുസരണമുള്ളവനായി ഇറങ്ങി വന്ന് നമ്മോടുകൂടെ വസിക്കാൻ വന്ന കർത്താവ്. ദൈവം നമ്മോട് കൂടെ അടുത്തിരിക്കുകയല്ല, അവൻ ഇന്ന് നമ്മിൽ വസിക്കുകയാണ്. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയും അല്ലേ, ക്രിസ്തു എന്ന് പറയുമ്പോൾ അവൻ എന്നിലും ഞാൻ അവനിലും. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പാരസ്പരികത എന്ന് പറയുന്നതാണ്. അവൻ എന്നിലും ഞാൻ അവനിലും, അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അവനിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ഇവിടെ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ഇത് എങ്ങോ വിദൂരത്തിലിരിക്കുന്ന ശരിയാണ്. സ്വർഗസ്ഥനായ ദൈവം മാത്രമാണോ? അല്ല, അവൻ സമീപസ്ഥനായ ദൈവമാണ്. അവൻ ഇത്ര അടുത്തിരിക്കുന്നു. മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ അവിടുത്തെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ആ ദൈവത്തെ 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് നിർത്തിയതാണ്, യഹോവേ സകല രാജാക്കന്മാരും നിന്റെ വായിന് വചനങ്ങൾ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാ മുഴങ്കാലും അടങ്ങുമെന്ന് പറയുന്നത് ആരും അതിനകത്ത് എക്സെപ്ഷൻ ഇല്ല. എവരിബഡി ദേ ആർ നീൽ. ഇന്ന് മനസ്സോടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കൽ മനസ്സില്ലാതെയല്ല, ആ ദൈവികതത്വത്തിൻ്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കേണ്ടി വരും. ഇന്ന് വിധേയത്വപ്പെട്ടുകൊണ്ട് നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അർപ്പണം ചെയ്യുന്നതും, അന്ന് ആ ദൈവിക അധികാരത്തിനു മുമ്പാകെ ഭയത്തോടെ എല്ലാവരും വീഴുന്നതിന് വ്യത്യാസമുണ്ട്. ഇന്ന് നമുക്ക് സ്നേഹത്തോടെ ആ ദൈവവിളി സ്വീകരിച്ച് മക്കളായി തീരുവാനുള്ള അനുവാദം ദൈവം തന്നിരിക്കുന്നു അല്ലേ. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അധികാരം സ്വീകരിച്ച് യേശുവിനെ കൈക്കൊണ്ട് അവന് മക്കളായി തീർന്ന് അവൻ്റെ വകയായി തീരുക. അത് സ്നേഹത്തിൻ്റെ ഒരു ചാലകമാണ്, ഒരു ചാലകശക്തിയിലാണ് നമ്മൾ വർത്തിക്കുന്നത്. അത് ഭയത്തിൻ്റെ അല്ല, ഭീരുത്വത്തിൻ്റെ അല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയാം, രാജാക്കന്മാരെല്ലാവരും നിന്നെ പുകഴ്ത്തുമെന്ന് പറയും. എത്രയോ രാജാക്കന്മാർ വന്നുപോയി. ചിന്തിച്ച് നോക്കുക, കർത്താവായ യേശു ക്രിസ്തു 200 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടില്ല, ഈ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല, ഒരു പടപ്പുറപ്പാടും നടത്തിയിട്ടില്ല ഇല്ലേ. അങ്ങനെ ഭൗമികമായി പറയത്തക്കവണ്ണം ഒന്നും കർത്താവ് ചെയ്തില്ല, ഒരു പുസ്തകം എഴുതിയില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ ഇന്ന് അവൻ എവിടെയാണെന്ന്, അവൻ ചരിത്രത്തിൻ്റെ ഏറ്റവും നടുവിലായവനുണ്ട്, ഏറ്റവും ഉന്നതനായ കർത്താവുണ്ട്. അവനെ മാറ്റി നിർത്താൻ കഴിയാതെ വണ്ണം അവൻ ചരിത്രത്തിൽ എഴുകിച്ചേർന്ന് പോയി. കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കുന്നുണ്ടായ ഒരു സ്ഥലത്ത് അവർ പറയണ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിയെ മാറ്റണം, അതിന് ഈ കലണ്ടർ അത് മാറ്റണം, BC ഇതെന്നൊക്കെ ഉള്ള
അപ്പോൾ അതിനൊരു ഡേറ്റ് നിശ്ചയിക്കുക, അങ്ങനെ കൂടി വന്ന് ഈ ക്രിസ്തീയമായിട്ടുള്ളതൊക്കെ അവർക്ക് ഉപേക്ഷിക്കാം ഒരു ഗ്രൂപ്പ് അവർ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡേറ്റ് തീരുമാനിക്കുക അവർ. അപ്പോൾ എന്നാണ് തീരുമാനിക്കുന്നത്? ഞാനൊരു ഉദ്ദേശം പറയുകയാണ്, അവർ പറയുന്ന ഒരു ഡേറ്റ് പറയാം, മാർച്ച് 2-ാം തീയതി. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചു, അപ്പോൾ ഈ മാർച്ച് എന്ന് പറയുന്ന മാറ്റമുണ്ട്, ഇനി അത് എങ്ങനെ തീയതി എങ്ങനെ മാറ്റാൻ പറ്റും? അവസാനം അദ്ദേഹം ഉപേക്ഷിച്ചു. കാരണം അവർ മാറ്റാൻ പോയാൽ എല്ലാം മാറ്റേണ്ടി വരും. കണ്ടുപിടുത്തങ്ങൾ മാറ്റേണ്ടി വരും, ലൈറ്റ് മാറ്റേണ്ടി വരും, അല്ലെ ബൾബ്, ഇലക്ട്രിസിറ്റി അത് മാറ്റേണ്ടി വരും. അതെല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ അതിനോട് ചേർന്നുള്ള ക്രിസ്തീയ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ അതിൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളായിട്ട് പറയും. അവർ ആ ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള എല്ലാം മാറ്റണമെന്നുണ്ടോ. അങ്ങനെ പറ്റുമ്പോൾ എല്ലാം മാറ്റേണ്ടി വരും. ഇവിടുത്തെ കൾച്ചർ പലതും മാറ്റേണ്ടി വരും, അല്ലേ? ഇല്ല, അതുകൊണ്ട് അത് അസാധ്യമാണ്. അപ്പം ഇത് പറഞ്ഞത് മാറ്റപ്പെടാൻ കഴിയാതെ കൊണ്ട് ഇഴുകിച്ചേർന്ന് പോയി ക്രിസ്തു. അവൻ്റെ കൈ എത്തിപ്പെടാത്തത് എവിടെയാണ്? അവിടുത്തെ ശബ്ദം കേൾക്കപ്പെടാത്തത് എവിടെയാണ്? അവനെക്കുറിച്ച് എഴുതിയിട്ടതുപോലെ ഇത്രമാത്രം ഗ്രന്ഥങ്ങൾ ആരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? അവനെക്കുറിച്ച് ഗീതങ്ങൾ ആലപിച്ചിട്ടുള്ളവർ ആരെക്കുറിച്ച് പാടിയിട്ടുണ്ട്? അവനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളതുപോലെ ആരെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്? പ്രിയരെ, അത് ചില മതങ്ങളിലൊക്കെ അവിടെ പണ്ഡിതന്മാർക്ക് മാത്രമുള്ള മതമാണ്. ജ്ഞാനമതം എന്ന് പറയും. ജ്ഞാനികൾക്ക് ജ്ഞാനം അർത്ഥിച്ചാൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഇതാ പണ്ഡിതനും പാമരനും ഒരുപോലെ. നീ പണ്ഡിതനാണെങ്കിലും ശരി, പാമരനാണെങ്കിലും ശരി, തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിനക്ക് ഇതേ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. ഭൗമികമായ അറിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇത് ഗ്രഹിക്കാൻ അസാധ്യമാണ്, സാധിക്കുകയില്ല. ദൈവം വെളിപ്പെടുത്തി തടാതെ ഒരു യഥാർത്ഥ റെവലേഷൻ കിട്ടിയില്ല. അല്പം എന്തെങ്കിലുമൊക്കെ പറയാം. അല്ല, റിയൽ റെവലേഷൻ ലഭിക്കണമെങ്കിൽ ദൈവം നമുക്കത് നടന്നു നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. ആ ദൈവത്തിൻ്റെ നമ്മൾ ദൈവം തരട്ടെ. ഇവിടെ നമ്മൾ തുടർന്ന് വായിക്കണം 5-ാമത്തെ വാക്യം. അതേ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും, യഹോവയുടെ മഹത്വം വലിയതാകുന്നല്ലോ, ദ ഗ്രേറ്റ്, ദൈവത്തിൻ്റെ ഗ്ലോറി, ദ ഗ്ലോറി ഓഫ് ദ ഗോഡ് ആൻഡ് അബൌട്ട് യുവർ ഗ്രേറ്റ് ഗ്ലോറി എന്ന് പറയും. ദൈവത്തിൻ്റെ മഹത്വം വലിയതല്ലോ, യഹോവ ഉന്നതനെങ്കിൽ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. യഹോവ ഉന്നതനെങ്കിൽ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഈ ദൈവം എതിർത്ത് നിൽക്കുന്നത് ഈ ഗർവികളോടാണ്, അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. എളിമയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. ഇത് ഈ പ്രൈഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ ഒരു പ്രജുഡിസ് ഉണ്ടാക്കിയെടുക്കുകയാണ് പലരും. ഞാൻ ഇന്ന മതമാണ്, ഇന്ന ഇതാണ്, ഇന്ന ജാതിയാണ്, ഇന്ന കുലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തന്നെ സെൽഫ് പ്രൊജക്ഷൻ, അങ്ങനെ ആരോ ആണെന്ന് അവരെ തന്നെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക. സ്വത്വബോധം എന്നൊക്കെ പറയും. അതിൽ ഈ നീ തന്നെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വരുത്തുന്നതിൻ്റെ ഇത് ഈ ഒരു ബോധത്തിൽ, അല്ലാതെ മറ്റു രീതിയിലല്ല, ദൈവ സൃഷ്ടി എന്ന രീതിയിലല്ല. അതിൻ്റെ എക്സാക്റ്റ് വേ ഓഫ് റിയലൈസേഷനിലല്ല അവരത് പറയപ്പെടുന്നത്. അവർ തന്നെ ഉള്ളതായ താൻ പോരുമെന്ന് പറയും, തനിക്ക് എല്ലാം കഴിയുമെന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അതല്ല ഇവിടെ ദൈവം. അതായത് നമ്മൾ എളിമപ്പെടുക, ഞാനൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഐ ആം നത്തിങ് ബിഫോർ ദ എവറിത്തിങ്. എല്ലാമായവൻ്റെ മുമ്പിൽ ഞാനൊന്നുമല്ലല്ലോ. എന്നെ കാണാൻ, എന്നെ അവൻ സന്ദർശിക്കാൻ ഞാൻ എന്താണ്? ദൈവം എനിക്ക് വേണ്ടി, എനിക്ക് പകരമായി ക്രൂശിൽ യാഗമായി തീരുവാൻ തക്കൊണ്ട് ഞാൻ ആരാണ്? അതാണ് ദൈവം നമ്മളെ കാണുന്ന അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവൻ്റെ പ്രിയരായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. അവൻ്റെ ജനമായിട്ട് കണ്ടു, അവൻ്റെ കൈപ്പണിയായി നമ്മളെ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾക്ക് വേണ്ടി മറുവിലയായി ക്രിസ്തു യേശു തന്നെ യാഗമായി ഏകിയത്. ഇവിടെ പറഞ്ഞ യഹോവ നിങ്ങൾ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ ദൂരത്തിന് അറിയുന്നു. ഇത് പലപ്പോഴും തിരുവനന്തപുരത്തിലൊക്കെ കാണുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, നിഗളികളോട് ദൈവം എതിർത്ത് നൽകി. യാക്കോബിൻ്റെ ലേഖനത്തിൽ, യാക്കോബിന്റെ ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട്. ഈ താഴ്മയുള്ളവർക്ക് പൗലോസ് കുറച്ചും കൂടി മുമ്പോട്ട് കടന്ന് പറയും, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ, എളിമപ്പെട്ടിരിപ്പീൻ, വിനയപ്പെട്ടിരിപ്പീൻ. തുറന്നു പറയുകയാണ്, ഞാൻ കഷ്ടതയുടെ 7-ാമത്തെ വാക്യം, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈക്കൊട്ടും. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ത്രൂ മെനി വാട്ടേഴ്സ്, നിരവധി വെള്ളങ്ങളിൽ കൂടെ കടന്നുപോയി. ദാവീദൊക്കെ പറയാണ്, തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. നമ്മൾ ചിന്തിക്കും, ഒരു ഇരുമ്പ് ആയുധം എടുത്തിട്ട് അത് തീക്കകത്ത് വെച്ച് ഇങ്ങനെ പഴുപ്പിക്കുകയാണ്. പഴുപ്പിച്ചിട്ട് ഈ ബ്ലാക്ക് സ്മിത്ത് അദ്ദേഹം അടുത്ത് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു പേസിൽ അദ്ദേഹം വെള്ളം വെച്ചിട്ടുണ്ട്. ഈ തീയിൽ നിന്നെടുത്ത് അദ്ദേഹം അടുത്തായിട്ട് മുക്കുന്നത് ആ വെള്ളത്തിൽ. അതൊരു പ്രോസസ്സാണ്. തീയിൽ വെച്ച് അതിനെ പഴുപ്പിച്ചിട്ട് ഉടനെ വെള്ളത്തിലേക്ക് മുക്കുക. അപ്പോൾ
അതിൻ്റെ ഹാർഡ്നെസ്സൊക്കെ മാറും, അതിൻ്റെ ആ കടുപ്പമൊക്കെ മാറി അത് ഫ്ലെക്സിബിൾ ആവുകയാണ്. ആ പണിക്കാരന് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ പണിതെടുക്കൊണ്ടക്കോണം ഒരു ഉപകരണമായി മാറുകയാണ്. ഇതിൽ നിന്നും തനിക്കിഷ്ടമുള്ള യജമാനന് ഇഷ്ടമുള്ളതായ ഒരു ഉപകരണമായി അതിന് രൂപപ്പെടുത്തിയെടുക്കുക, ഒരായുധമായിട്ടോ എന്തെങ്കിലുമായിട്ടോ ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞങ്ങൾ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ ജീവിക്കും. കഷ്ടതയുടെയൊക്കെ നടുവിൽ എന്തിനാണ്? നമ്മളെ പലതും പഠിപ്പിക്കാനാണ്, അല്ലേ? കഷ്ടങ്ങളാൽ തികഞ്ഞവനാകുന്ന വ്യക്തമെന്ന് പറയും. നമ്മൾ വഴി നടത്തുന്നവൻ കഷ്ടങ്ങൾ തികഞ്ഞവനാകണം. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ്റെ രീതിയിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിരിക്കണ്ടേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന ഈ സരണിയിൽ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാനോ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനോ പോകണമെങ്കിൽ നമ്മൾ വേദനയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ആശ്വാസം പ്രാപിച്ചവരാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ആശ്വാസം തരുവാൻ ദൈവശക്തനാണ്, ആശ്വസിപ്പിക്കുവാൻ ദൈവശക്തനാണെന്ന്. ഇപ്പം എല്ലാം അനുഭവവേദ്യമായ ആ തലത്തിലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പറയുകയാണ്, ഗർവിയെ ദൂരത്ത് നിറയുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. തുടർന്ന് പറയുകയാണ്, നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും. ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അവസാന വാക്യം, 8ാമത്തെ വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. എത്ര മനോഹരമായൊരു പ്രത്യാശയുടെ ഒരു വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ വാക്കുകളെല്ലാം അത് വലിയൊരു ഡൈനാമിറ്റ് പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചയിൽ ചെറുതാണ്, പക്ഷേ ഇറ്റ്സ് പവർ ഈസ് ഗ്രേറ്റ്. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ വിസ്ഫോടനം എന്ന് പറയുന്നത് വലുതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയത്. ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ ഈ ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഈ പ്രത്യാശയുടെ വചനത്തിൻ്റെ ശക്തി എത്രമാത്രം എന്താ പറയുന്നത്? യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അതാണ് അവിടെ, യു വിൽ ഡു എവറിത്തിങ് യു ഹാവ് പ്രോമിസ്ഡ്. നീ എന്നോട് പറഞ്ഞതെല്ലാം നീ ചെയ്യും, നീ പൂർത്തീകരിക്കും. ലോർഡ്, യുവർ ലവ് ഈസ് ഇറ്റേണൽ, കംപ്ലീറ്റ് ദ വർക്ക് ഓഫ് ദാറ്റ് യു ഹാവ് ബിഗൺ. നീ പൂർത്തീകരിക്കും, തുടങ്ങിയതെല്ലാം നീ പൂർത്തീകരിക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച് അതിൻ്റെ അവസാനത്തോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് പറയും. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർക്കാൻ പറ്റാത്ത നിർത്തം ഏറ്റെടുക്കാറില്ല. കർത്താവ് തന്നെ നമ്മളെ പിടിച്ച രൂപമേലുണ്ടല്ലോ, ഓരോരുത്തർ യുദ്ധത്തിന് പോവുക, 10,000 വരുന്നവന് 1000 പോകുന്ന ചെയ്യുന്നാൽ പൊരുതാൻ പറ്റുമോ? അപ്പോൾ ഒരു പടയ്ക്ക് പുറപ്പെടുമ്പോൾ അവൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, എനിക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ട്, അതിരുന്ന് കണക്ക് നോക്കുകയില്ല എന്ന് പറയാം. അതുപോലെ വീട് പണിയാൻ നിശ്ചയിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ നോക്കണമെന്ന് പറയുക. കർത്താവ് തന്നെ പഠിപ്പിച്ചപ്പോൾ, അപ്പോൾ ദൈവം നമ്മളിൽ ഒരു വേല തുടങ്ങിയാൽ കർത്താവിനറിയാം അത് ഫുൾഫില്ല് ചെയ്യും. അത് നമ്മുടെ ഭാഗത്തല്ല, ദൈവം ശക്തനാണ്. ഗോഡ് ഈസ് ഏബിൾ ടു ഫുൾഫിൽ ഹിസ് വിൽ ഇൻ അസ്. തൻ്റെ ഇഷ്ടം നമ്മളിൽ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. അതിനായിട്ടാണ് നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളതിനായിട്ട് വിട്ടുകൊടുക്കാം സമ്പൂർണ്ണമായി, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ അനുസരണത്തോടെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാം, നമുക്ക് രുചിച്ചറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി സാക്ഷ്യമായി മാറ്റപ്പെടാം. അതിനായി നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അത്രത്തോളം കൊണ്ടുവരുന്ന അവിടുത്തെ കൃപയ്ക്കായി മേലാലെ ഞങ്ങൾ വഴി നടത്തുവാൻ അവിടുന്ന് ശക്തനാണ്. ഈ സങ്കീർത്തനങ്ങൾക്ക് ഞങ്ങൾ കേട്ടതുപോലെ, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചതെല്ലാം പൂർത്തിയാക്കുന്ന നല്ല ദൈവമായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. രക്ഷാകര പ്രവൃത്തി ഞങ്ങളിൽ ആരംഭിച്ച ദൈവമേ, രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ വന്നു ചേരുവോളം ഞങ്ങളെ വഴി നടത്താൻ അവിടുന്ന് ശക്തനാണപ്പാ. ഭോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല എന്ന് തിരുവെഴുത്ത് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സ്വർഗീയ ജ്ഞാനം തന്ന് ഞങ്ങളെ വഴി നടത്തുവാൻ അവിടുന്ന് ശക്തനായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാം നിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾ കൂടിയിരുന്ന് വഴി നടത്തണമേ. തിരുഹൃദയം ഞങ്ങളിൽ പൂർത്തിയാക്കണമേ. തിരുവിഷ്ടം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതുവരെ തന്നെല്ലാം കൃപകൾക്കായ സ്തുതി മേലാൽ ഞങ്ങൾ വഴി നടത്തണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം അവിടുന്ന് മാത്രം എടുക്കണം. പിതൃത്വ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വേളകളിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ എൻ ഭാരം താങ്ങിടുന്ന എൻ യേശു കൂടെ